കഥയെ ആരംഭിക്കുന്നത് എഡ്ഡി പാമർ എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. 12 വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനായി അവൻ വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എഡ്ഡി ഒരു താരമായിരുന്നു. ഫുട്ബോളിലും മറ്റും ഏറെ മികവ് കാണിച്ചവൻ. പക്ഷേ ജീവിതത്തിലെ ചില കാര്യങ്ങൾ അവനെ മയക്കുമരുന്നിന് അടിമയാക്കി. അതവനെ വലിയൊരു കുറ്റകൃത്യത്തിലേക്ക് നയിക്കുകയും ഒടുവിൽ ജയിലിലേക്ക് എത്തിക്കുകയുമായിരുന്നു. എഡ്ഡി നേരെ മുത്തശ്ശിയായ വിവിയന്റെ അടുത്തേക്ക് എത്തി. വീടിന്റെ ഉമ്മറപ്പടിയിൽ പേരക്കുട്ടിയെ കണ്ടപ്പോ വിവിയൻ അവനെ കെട്ടിപ്പിടിച്ചു. എഡ്ഡിയൊടുവിൽ വീട്ടിൽ തിരിച്ചെത്തിയതിൽ അവർക്കത്രമേൽ സന്തോഷമുണ്ട്. അവൻ തന്റെ മുറിയിലേക്ക് കയറി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവിടെയൊന്നും മാറിയിട്ടില്ല എന്നവന് തോന്നി. ജനാലയിലൂടെ അവൻ പുറത്തേക്ക് നോക്കിയപ്പോ എഡ്ഡി അയൽവാസി ഷെല്ലിയെയും അവളുടെ മകനെയും കണ്ടു. ആ കുടുംബം തികച്ചും താളം തെറ്റിയ ഒന്നായിരുന്നു. ആ കുട്ടിയുള്ളതുകൊണ്ട് മാത്രമാണ് ഷെല്ലിയെയും അവളുടെ ബോയ്ഫ്രണ്ടിനെയും താൻ ആ ട്രെയിലറിൽ നിന്ന് ഇറക്കിവിടാത്തത് എന്ന് മുത്തശ്ശി വിവിയൻ സംസാരിക്കുമ്പോ എഡ്ഡിക്കടുക്കൽ പറഞ്ഞു. ആ ട്രെയിലർ ഷെല്ലിക്ക് വിവിയൻ വാടകയ്ക്ക് കൊടുത്തതായിരുന്നു. പിന്നീട് എഡ്ഡിയും മുത്തശ്ശിയും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. മുത്തശ്ശി ആ സമയം അവനോട് പറഞ്ഞു, നീ ഒരു ജോലി കണ്ടെത്തണം, നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. വെറുതെ ഇരുന്ന് സ്വയം സഹതപിക്കുന്നത് ഒന്നിനും പരിഹാരമല്ല. അടുത്ത ദിവസം മുതൽ എഡ്ഡി ജോലി അന്വേഷിക്കാൻ ഇറങ്ങി. ജയിൽ മോചിതരായി പരോളിൽ ഇറങ്ങുന്നവർ പാലിക്കേണ്ട നിബന്ധനകളിൽ ഒന്നായിരുന്നു അത്. എന്നാൽ ജോലി കണ്ടെത്തുക അത്ര എളുപ്പമായിരുന്നില്ല. അന്ന് വൈകുന്നേരം ബാറിലെത്തിയ എഡ്ഡി തന്റെ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടി. അവർ പഴയ കാര്യങ്ങൾ ഓർത്ത് സംസാരിച്ചു. കൂട്ടത്തിൽ ഒരാളായ ഡാരിൻ അവന്റെ മകനിപ്പോൾ ഫുട്ബോളിൽ സജീവമാണ്. എഡ്ഡി സ്ഥാപിച്ചിരുന്ന ടച്ച് ഡൗൺ റെക്കോർഡ് 2 വർഷം മുമ്പ് മാത്രമാണ് ആരെങ്കിലും മറികടന്നത്. മറ്റൊരു സുഹൃത്തും ഇപ്പോൾ ഷെരീഫുമായ കോൾസും എഡ്ഡി ജയിൽ മോചിതനായതിൽ സന്തോഷം പ്രകടിപ്പിച്ചു. ജീവിതമൊക്കെ ഉടൻ തന്നെ പഴയപടിയിലേക്കാകും എന്നൊരാശ്വാസം കോൾസിനും എഡ്ഡിക്കും തോന്നിയിരുന്നു. താമസിയാതെയാണ് ഷെല്ലി ആ ബാറിലേക്ക് എത്തിയത്. അവിടെത്തി അവൾ എഡ്ഡിയിൽ താല്പര്യം കാണിച്ചു തുടങ്ങി. അവനോട് ഫ്ലേർട്ട് ചെയ്തു. ഒടുവിൽ അവരിരുവരും എത്തിച്ചേർന്നത് ഷെല്ലിയുടെ ട്രെയിലറിലേക്കായിരുന്നു. ആ രാത്രി അവരൊന്നിച്ച് ചിലവഴിച്ചു. പിറ്റേന്ന് പുലർച്ചെ എഡ്ഡി ട്രെയിലറിന് പുറത്തിറങ്ങുമ്പോ മുറ്റത്ത് വിവിയനും സാമും നിൽക്കുന്നുണ്ടായിരുന്നു. വിവിയൻ തന്റെ പേരക്കുട്ടിയെ ഷെല്ലിയുടെ അടുത്ത് നിന്ന് ഇറങ്ങി വരുന്നത് നോക്കിക്കണ്ട് അതിശയത്തോടെ നോക്കി. ഷെല്ലി യാഥാർത്ഥ്യത്തിൽ ഒരു വേശ്യാസ്ത്രീയായിരുന്നു. എന്തായാലും 10 മണിയായപ്പോ വിവിയൻ തന്റെ പേരക്കുട്ടിയെ പള്ളിയിൽ പോകാൻ വിളിച്ചുണർത്തി. ഷെല്ലിയുടെ മകൻ സാമും അവർക്കൊപ്പം പള്ളിയിൽ പോയി. പള്ളിയിലുള്ളവർ എഡ്ഡിയെ നോക്കി ഓരോന്നവർ അടക്കം പറയുന്നുണ്ടായിരുന്നു. സാം അതൊന്നും ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. സാം തന്റെ പ്രായത്തിലുള്ള കുട്ടികളുമായി അധികം അടുപ്പത്തിലൊന്നുമായിരുന്നില്ല. പള്ളിയിലെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് എഡ്ഡിയെ പലരും വന്ന് കാണാൻ തുടങ്ങി. ഈ സമയം സാമിന്റെ പെരുമാറ്റത്തിൽ എന്തോ അസ്വാഭാവികതയുണ്ട് എന്ന് ഡാരിൽ ശ്രദ്ധിച്ചു. അവൻ ഒരു പെൺകുട്ടിയെ പോലെയാണ് പെരുമാറുന്നത്. വീട്ടിലെത്തിയപ്പോ വിവിയൻ സാമിന് ഭക്ഷണം നൽകി. ആ കുട്ടിയോട് വിവിയൻ വലിയ രീതിയിൽ ദയ കാണിച്ചിരുന്നു. എഡ്ഡി അപ്പോഴും ജയിലിലെ ചിട്ടകളിൽ നിന്ന് മുക്തനായിരുന്നില്ല. ഭക്ഷണം കഴിക്കുന്ന രീതികളിലും മറ്റും അത് പ്രകടവുമായിരുന്നു. അടുത്ത ദിവസം രാവിലെ വിവിയൻ അവന് സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റും കുറച്ച് പണവും നൽകി. ജയിലിൽ നിന്ന് വന്ന് സ്വന്തമായൊന്നും സമ്പാദിക്കാൻ അവന് സാധിച്ചിട്ടില്ലല്ലോ. മുത്തശ്ശിയിൽ നിന്ന് അങ്ങനെ പണം വാങ്ങുമ്പോ എഡ്ഡിക്ക് വലിയ നാണക്കേട് തോന്നി. വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഷെല്ലി തന്റെ കാമുകനൊപ്പം എങ്ങോട്ടേക്കോ പോകുന്നത് അവൻ കണ്ടു. അവനങ്ങനെ സൂപ്പർ മാർക്കറ്റിലെത്തി സാധനം വാങ്ങി. ആ സമയമാണ് അവിടെ ജോലിക്ക് ആളെ ആവശ്യമുണ്ട് എന്ന പോസ്റ്റർ കണ്ടത്. ആ ജോലിയെപ്പറ്റി അവൻ ചോദിച്ചെങ്കിലും അങ്ങോട്ടേക്ക് വന്ന മാനേജർ ആ ജോലി ഫുള്ളായി എന്ന് പറയുകയായിരുന്നു ചെയ്തത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ ജോലിക്കെടുക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നില്ല. ഒടുവിലെ സാധനങ്ങൾ വാങ്ങി എഡ്ഡി തിരികെ എത്തി. സാം അപ്പോൾ വിവിയന്റെ മുടി ചീകി കൊടുക്കുകയായിരുന്നു. സാമിന്റെ അമ്മ വീണ്ടും അവിടം വിട്ടു പോയതുകൊണ്ട് സാമിനി കുറച്ചു ദിവസം നമ്മുടെ കൂടെയായിരിക്കും എന്ന് വിവിയൻ പറഞ്ഞു. പിന്നെയാണ് എഡ്ഡി ശ്രദ്ധിക്കുന്നത് സാം പാവകളെ വെച്ച് കളിക്കുന്നുണ്ട്. പക്ഷേ ആ കളിപ്പാട്ടങ്ങൾ ഒന്നും തന്നെ ആൺകുട്ടികൾക്ക് ചേർന്നതല്ല. പെൺകുട്ടികളാണ് പൊതുവെ അത് ഉപയോഗിക്കാറുള്ളത്. എഡ്ഡി അക്കാര്യം സാമിനോട് പറഞ്ഞു. പക്ഷേ സാമാകട്ടെ അത് സമ്മതിച്ചതുമില്ല. പക്ഷെ പിന്നീട് ഒരു സംഭവം നടന്നു. എഡ്ഡി തിരികെ കൊടുത്ത പണത്തിൽ കുറവുണ്ട്, അത് എഡ്ഡി അടിച്ചു മാറ്റിയതാണ് എന്ന മട്ടിൽ മുത്തശ്ശി ആരോപിച്ചു. മുത്തശ്ശി തന്നെ അങ്ങനെ ഒരു മോഷ്ടാവെന്ന് കരുതിയതിൽ എഡ്ഡിക്ക് വല്ലാത്ത മാനസിക പ്രയാസം തോന്നി. താൻ ജയിലിൽ നിന്ന് വന്നതുകൊണ്ടല്ലേ മുത്തശ്ശി ഇത്തരത്തിൽ മുൻവിധി കാട്ടുന്നത് എന്നവന് തോന്നിയിരുന്നു. പിന്നീടാണ് എഡ്ഡിയുടെ കണ്ണിൽ ഒരു സ്കൂളിലെ ശുചീകരണ തൊഴിലാളിയുടെ വേക്കൻസി പെട്ടത്. എഡ്ഡി ആ അഭിമുഖത്തിന് പോയി. ജയിൽ ശിക്ഷ അനുഭവിച്ചതിനാൽ അവിടെയും അവന് ജോലി കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ സ്കൂൾ പ്രിൻസിപ്പളായ മിസ്റ്റർ ഫോപ്സിനോട് താൻ മികച്ചൊരു ഫുട്ബോളറായിരുന്നുവെന്നും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരുന്നുവെന്നും എഡ്ഡി പറഞ്ഞു. തന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് തനിക്ക് ജയിലിൽ പോവേണ്ടി വന്നതെന്നും എല്ലാം വിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ ഒരു അവസരത്തിനാണ് താൻ ശ്രമിക്കുന്നതെന്നും എല്ലായിടത്തും തടയലുകൾ മാത്രമാണെന്നും അതുകൊണ്ടാണ് ഈ ജോലിയിലേക്ക് വരെ ഞാൻ എത്തിച്ചേർന്നതെന്നും കഴിയുമെങ്കിൽ ഈ അവസരം എനിക്ക് തരണമെന്നും എഡ്ഡി അപേക്ഷിച്ചു.
എഡ്ഡിയുടെ വാക്കുകളിൽ മിസ്റ്റർ ഫോബ്സിന് സത്യസന്ധത തോന്നിയിരുന്നു. അങ്ങനെ ഫോബ്സിന്റെ സഹായത്തോടെ അവൻ അവിടെ ജോലി ലഭിച്ചു. സാം പഠിക്കുന്നതും അതേ സ്കൂളിലായിരുന്നു. സ്കൂളിൽ സാം നിരവധി തവണ ബുള്ളി ചെയ്യപ്പെടുമായിരുന്നു. അവന്റെ ത്രയണതയും മറ്റും അതിനൊരു കാരണവുമായിരുന്നു. സാമിനെ കളിയാക്കുന്നവരിൽ നിന്ന് ടീച്ചറായ മാഗി ഹെയ്സ് ആയിരുന്നു എപ്പോഴും അവനെ സംരക്ഷിച്ചിരുന്നത്. എഡ്ഡിയുടെ ജീവിതം അങ്ങനെ സ്മൂത്തായി മുമ്പോട്ട് പോവാൻ തുടങ്ങി. ഒരു ദിവസം രാവിലെ സാം ഉമ്മറത്തിരുന്ന് രാജകുമാരിമാരുടെ കാർട്ടൂൺ കാണുന്നതും പാവകളുമായി കളിക്കുന്നതും എഡ്ഡി കണ്ടു. മിസ് വിവിയൻ അപ്പോഴും ഉറങ്ങുകയാണ് എന്ന് സാം പറഞ്ഞപ്പോ എഡ്ഡിക്ക് അത് വല്ലാത്തൊരു ആശങ്കയായി തോന്നി. അവൻ മുത്തച്ഛിയുടെ മുറിയിലേക്ക് ചെന്നു. താൻ ഏറ്റവും ഭയപ്പെട്ടിരുന്നൊരു കാഴ്ചയായിരുന്നു അവൻ കണ്ടത്. വിവിയൻ മരണപ്പെട്ടിരിക്കുന്നു. അധികം വൈകാതെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നു. പള്ളിയിലുള്ളവർക്കിടയിൽ വലിയ ബഹുമാനം നേടിയിരുന്ന വ്യക്തിയായിരുന്നു വിവിയൻ. അനേകം പേർ അവർക്കായി വിലപിക്കാനെത്തി. എഡ്ഡിക്കും സാമിനും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരുന്നു വിവിയന്റെ വേർപാട്. എഡ്ഡിയുടെ ജോലിസ്ഥലത്തെ ഉടമ അടുത്ത ദിവസം വേണമെങ്കിൽ അവൻ ജോലിക്ക് വരണ്ട എന്ന കാര്യം അറിയിച്ചു. വീട്ടിൽ സാം സങ്കടത്തോടെ വിവിയന്റെ മേക്കപ്പ് ബാഗിലെ സാധനങ്ങൾ ഓരോന്നായി നോക്കി. എഡ്ഡിയാകട്ടെ സങ്കടം സഹിക്കാൻ വയ്യാതെ അവനോടൊന്നും മിണ്ടാതെ ബാറിലേക്ക് പോയി. മദ്യപിച്ച് രാത്രി വൈകിയായിരുന്നു അവൻ തിരിച്ചെത്തിയത്. അവിടെ എത്തുമ്പോ വിവിയന്റെ സാധനങ്ങളെല്ലാം പഴയ സ്ഥാനങ്ങളിൽ തന്നെ ഇരിപ്പുണ്ട്. സാം സോഫയിൽ സമാധാനമായി ഉറങ്ങുന്നു. പിറ്റേന്ന് രാവിലെ എഡ്ഡി അവനെ എങ്ങോട്ടേക്കോ കൂട്ടിക്കൊണ്ടുപോയി. എന്തിനാണ് എഡ്ഡി തന്റെ സാധനങ്ങൾ പാക്ക് ചെയ്തെടുക്കാൻ പറഞ്ഞത് എന്ന് സാമിന് അതിശയം തോന്നിയിരുന്നു. എഡ്ഡി നേരെ പോയത് പോലീസുകാരനായ തന്റെ സുഹൃത്തിന്റെ അടുത്തേക്കാണ്. കുട്ടിയുടെ അമ്മ പോയിട്ട് 2 ആഴ്ചയായെന്നും ഫോൺ വിളിച്ചാൽ അവർ എടുക്കുന്നില്ലെന്നും എഡ്ഡി അവനോട് വിശദീകരിച്ചു. സാം ഇത്ര നാളും വിവിയന്റെ കസ്റ്റഡിയിലായിരുന്നെന്നും അവർ മരിച്ചതുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ലെന്നും അവൻ തുറന്നു പറഞ്ഞു. ഷെരീഫായ കോൾസ് ഉടൻ തന്നെ ശിശുക്ഷേമ സമിതിയെ വിളിച്ചു. സാമിന് വൈകാതെ ഒരു അനാഥാലയത്തിലേക്ക് മാറ്റുമെന്നും പറഞ്ഞു. എഡ്ഡി അവിടെ നിന്നിറങ്ങി. അത് കണ്ടപ്പോ സാം പരിഭ്രാന്തനായി. താനും കൂടെ വരുന്നെന്ന് പറഞ്ഞു. എഡ്ഡിക്കും എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. പോവാൻ പുറപ്പെട്ട് എഡ്ഡി പുറത്തേക്കിറങ്ങിയെങ്കിലും ഒടുവിൽ മനസ്സുമാറി തിരികെ ചെന്ന് സാമിനെയും തന്റെ കൂടെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോന്നു. സാമിന്റെ ഉത്തരവാദിത്വവും അങ്ങനെ എഡ്ഡിയുടെ ചുമലിലായി. ഇപ്പോൾ എഡ്ഡിക്ക് സാമിനെ നോക്കണം, ജോലിക്ക് പോകണം, കൂടുതൽ ഉത്തരവാദിത്വമുള്ളവനാകണം. പക്ഷേ എഡ്ഡിയെ ഞെട്ടിച്ചുകൊണ്ട് സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തനാണ് അവനെന്ന് സാം തെളിയിച്ചു. അവൻ തനിയെ സ്കൂളിലേക്ക് പോവാൻ തയ്യാറാവുകയും സ്കൂൾ ബസ്സിൽ കയറി പോവുകയും ചെയ്തു. എഡ്ഡിക്ക് അത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടി വന്നതേയില്ല. എഡ്ഡിയും ജോലിക്ക് പോയി. അതവന്റെ സങ്കടങ്ങൾ മറക്കാൻ ഒരു പരിധിവരെ അവനെ സഹായിച്ചു. ഒരു ദിവസം ടീച്ചറായ മാഗി സാമിന്റെ ജീവിത സാഹചര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ അവന്റെ വീട്ടിലേക്കെത്തി. കാർട്ടൂൺ കണ്ടുകൊണ്ടിരുന്ന സാമിനെ നോക്കി നിൽക്കുമ്പോ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനുണ്ട് എന്ന് മാഗി എഡ്ഡിയോടും ചോദിച്ചു. അവന്റെ അമ്മ ഷെല്ലി എവിടെയാണെന്ന് ആർക്കും അറിവുണ്ടായിരുന്നില്ല. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ വിളിക്കാൻ മാഗി തന്റെ നമ്പർ എഡ്ഡിക്ക് കൊടുത്തു. വൈകുന്നേരമൊക്കെ എഡ്ഡി ഷെല്ലിയെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒരു ഫലവുമുണ്ടായിരുന്നില്ല. കോൾ കണക്ട് ചെയ്ത് കിട്ടുന്നേയില്ല. എഡ്ഡിക്ക് ഒരു കെയർ ടേക്കർ ആവാനൊന്നും താല്പര്യമില്ലായിരുന്നു. സാമിന്റെ കാര്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ അവൻ അത്ര വലിയ ഇഷ്ടവുമില്ല. പക്ഷേ സാമിനെ നോക്കാൻ മറ്റാരുമുണ്ടായിരുന്നില്ല. സാമിപ്പോൾ അവന്റെ ഉത്തരവാദിത്വത്തിൽ തന്നെയായിരുന്നു. സാമിന്റെ കയ്യിൽ എപ്പോഴും അവന്റെ പാവകളും ഉണ്ടാകും. എഡ്ഡി അത് നോക്കിക്കണ്ടു. തന്റെ അമ്മ എപ്പോൾ വരുമെന്ന് അവൻ എഡ്ഡിയോട് ചോദിച്ചു. നിർഭാഗ്യവശാൽ എഡ്ഡിക്ക് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. എഡ്ഡിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എഡ്ഡിക്ക് തന്റെ സ്വന്തം അമ്മയെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലായിരുന്നു. പക്ഷേ ചെറുപ്പത്തിൽ മരിച്ചുപോയ തന്റെ അച്ഛനെ അവനിപ്പോഴും ഓർക്കാറുണ്ട്. അന്ന് സാമിനെ ഉറക്കാൻ കിടത്തി ഗുഡ് നൈറ്റ് പറഞ്ഞ ശേഷം എഡ്ഡി പഴയ കുടുംബചിത്രങ്ങളടങ്ങിയ ആൽബം നോക്കി. അതിൽ പഴയ പത്രവാർത്തകളുടെ കഷ്ണങ്ങളും ഉണ്ടായിരുന്നു. എഡ്ഡി പണ്ട് ഒരു വലിയ ഫുട്ബോൾ താരമായിരുന്നതിന്റെ ചിത്രങ്ങൾ. പക്ഷേ അതെല്ലാം ഇപ്പോൾ വെറും ഭൂതകാലം മാത്രമായിരിക്കുന്നു. രാവിലെ അവൻ സാമിനെ സ്കൂളിലേക്ക് കൊണ്ടുപോയി. ആ സമയം സാം പറഞ്ഞു, ഈ ലോകത്ത് എനിക്കിപ്പോ ഏറ്റവും ഇഷ്ടം രാജകുമാരിമാരുടെ കാർട്ടൂൺ കാണുന്നതാണ്. അവന്റെ അമ്മ അവന് സമ്മാനിച്ച ലഞ്ച് ബോക്സിലും രാജകുമാരിമാരുടെ ചിത്രങ്ങളായിരുന്നു. അത് വിലക്കുറവിൽ വാങ്ങിയതായിരുന്നുവെന്നും അവൻ എഡ്ഡിയോട് പറഞ്ഞു. പിന്നീട് ഷെരീഫ് കോൾസിന്റെ ഭാര്യ ലൂസിൽ എഡ്ഡിയെ കണ്ടപ്പോൾ അവനോട് ചോദിച്ചു, സാമിനെ തങ്ങളുടെ മകൾ എമിലിയോടൊപ്പം കളിപ്പിക്കാൻ വിടുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ലൂസിലിന്റെ അഭിപ്രായത്തിൽ സാം എഡ്ഡിയെ അവന്റെ അച്ഛനെ പോലെയായിരുന്നു കണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവൾ അവനോട് അനുവാദം ചോദിച്ചത്. എഡ്ഡിക്ക് അതിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ലൂസിലിന്റെ ആ അനുവാദം ചോദിക്കലും ആ അഭിപ്രായവും അവനിൽ സമ്മിശ്ര വികാരങ്ങൾ ഉണ്ടാക്കി.
വൈകുന്നേരം 5 മണിക്ക് തീരുമാനിച്ചതുപോലെ കളിക്കാൻ പോയ സാമിനെ വിളിക്കാൻ അവൻ ചെന്നു. ലൂസിൽ അവനെ വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു. എഡ്ഡിക്ക് താല്പര്യമില്ലായിരുന്നെങ്കിലും അത് നിരസിക്കുന്നത് മര്യാദകേടാകുമെന്ന് അവൻ കരുതി. അവിടെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ വെച്ചുള്ള ഒരു ചായ സൽക്കാരത്തിൽ അവനും പങ്കെടുക്കേണ്ടി വന്നു. കുട്ടികളുണ്ടാക്കിയ ചായ എഡ്ഡിക്കും ലൂസിലിനും കിട്ടി. അവർ അത് കുടിക്കുന്ന പോലെ കാണിച്ച് ആസ്വദിച്ച അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒടുവിൽ കളിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ അവനെന്തോ വല്ലാത്തൊരു ആശ്വാസം തോന്നി. പക്ഷേ ആൺകുട്ടിയായ സാം പൊതുവെ ആൺകുട്ടികൾ കളിക്കുന്ന കളികൾക്ക് പകരം പെൺകുട്ടിയായ എമിലിക്കൊപ്പം ചേർന്ന് പെൺകുട്ടികളുടെ കളികൾ കളിക്കുന്നതിൽ അവനൽപ്പം വിചിത്രത തോന്നി. അന്ന് വൈകുന്നേരം എഡ്ഡി സാമിനെ ഒരു ഫുട്ബോൾ കളി കാണാൻ കൊണ്ടുപോവാൻ തീരുമാനിച്ചു. താൻ പണ്ട് എങ്ങനെ കളിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് അവനോട് പറയുകയും ചെയ്തു. അവിടെ എത്തിയപ്പോ മാഗി ടീച്ചറും അവിടെ ഉണ്ടായിരുന്നു. അവർ അവിടെ ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. അവൾ സാമിനെയും എഡ്ഡിയെയും എപ്പോഴെങ്കിലും ഒരുമിച്ച് ബൗളിങ്ങിന് പോവാൻ ക്ഷണിച്ചു. സാമും ആ ക്ഷണം സ്വീകരിച്ചു. പിന്നീട് അവർ ഗ്യാലറിയിലിരിക്കുമ്പോൾ ഡാരിൽ എഡ്ഡിയുടെ ചെവിയിൽ മന്ത്രിച്ചു, ഷെല്ലിയുമായി അധികം മടുക്കരുതെന്ന്. കാരണം അവൾ ഒരു പ്രശ്നക്കാരിയാണ്. പക്ഷേ എഡ്ഡിക്ക് ഷെല്ലിയോടൊരു താല്പര്യവുമില്ലായിരുന്നു. അവനാകെ സാമിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നു ആശങ്ക ഉണ്ടായിരുന്നത്. അന്ന് കളിക്കളത്തിൽ എഡ്ഡിയുടെ റെക്കോർഡ് തകർത്ത പുതിയ ചാമ്പ്യൻ അടക്കമുള്ള കളിക്കാർ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഡാരിലിനോട് ആ പഴയ മനുഷ്യർ റെസ്ലേഴ്സ് ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് എഡ്ഡി ചോദിച്ചു. പഴയ കാര്യങ്ങളൊക്കെ മറക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു ഡാരിലിന്റെ ഉപദേശം. എഡ്ഡി അന്യായമായിട്ടാണ് ജയിൽ ശിക്ഷ അനുഭവിച്ചതെന്ന് ഡാരിലും വിശ്വസിക്കുന്നുണ്ട്. റെസ്ലേഴ്സ് പണ്ട് അവരുടെ പണത്തെപ്പറ്റി വീമ്പ് പറഞ്ഞിരുന്നതും അച്ഛന്റെ സ്വാധീനത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നതുമൊക്കെ ഡാരിലിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. എഡ്ഡി ആ റെസ്ലേഴ്സിനെ, ആ പഴയ ആളുകളെ ഒരുപാട് അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഫുട്ബോൾ കളിയൊക്കെ കാണുമ്പോൾ ആ കളി കണ്ട് സാമിനതിൽ താല്പര്യം വരും എന്നായിരുന്നു എഡ്ഡി ചിന്തിച്ചത്. പക്ഷേ സാമിന്റെ ശ്രദ്ധ പതിച്ചതാകട്ടെ അവിടുത്തെ ചെയർ ഗേൾസിലായിരുന്നു. അവൻ അവിടുത്തെ ചെയർ ലീഡർമാരുടെ ചലനങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുന്നുമുണ്ടായിരുന്നു. പിന്നീട് സാമിനെ വീട്ടിലാക്കിയ ശേഷം എഡ്ഡി ബാറിലേക്ക് പോയി സുഹൃത്തുക്കളോടൊപ്പം മദ്യപിച്ചു. അവിടെ വെച്ച് ഡാരിൽ അമിതമായി മദ്യപിച്ച് മോശമായി പെരുമാറാൻ തുടങ്ങിയപ്പോ അത് ബാറുടമയായ സിപ്സിനെ ഇഷ്ടപ്പെട്ടില്ല. എഡ്ഡി വേഗം തന്നെ ഡാരിലിനെ അവിടെ നിന്ന് മാറ്റി. പിറ്റേന്ന് രാവിലെ മാഗിയോടൊപ്പം ബൗളിങ്ങിന് പോകാനായി സാം എഡ്ഡിയെ വിളിച്ചുണർത്തി. പിന്നാലെ അവർ ബൗളിങ്ങിനായി പോയി. സാം ആസ്വദിച്ച് കളിക്കുമ്പോൾ മാഗിയും എഡ്ഡിയും സംസാരിച്ചിരുന്നു. താൻ 1 വർഷം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്നും പിന്നീട് ജീവിതത്തിന്റെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു പാഠശാലയിലൂടെയാണ് താൻ കടന്നുപോയതെന്നും എഡ്ഡി പറഞ്ഞു. മാഗി തന്റെ പരാജയപ്പെട്ട വിവാഹത്തെക്കുറിച്ചും ഇപ്പോഴുള്ള ജീവിതത്തെക്കുറിച്ചും സംസാരിച്ചു. സാമിനെ നോക്കുന്നത് എഡ്ഡിക്ക് ശീലമായി മാറിയിരുന്നു. ജോലിസ്ഥലത്ത് വെച്ച് കഴിഞ്ഞ ദിവസമുണ്ടായ ഡാരിലിന്റെ പെരുമാറ്റത്തിന് അവൻ സിപ്സിനോട് മാപ്പ് ചോദിച്ചു. ഇതിനിടയിൽ മിസ്റ്റർ ഫോബ്സ് സാമിനെ കണ്ടു. സാമിനടുക്കൽ പുതിയ ഗാർഡിയനൊപ്പം അവൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രത്യേകം ചോദിച്ചു. എന്തിനാണ് പ്രിൻസിപ്പൾ അങ്ങനെ ചോദിക്കുന്നതെന്ന് സാമിന് മനസ്സിലായില്ല. എഡ്ഡിക്ക് കുറ്റകൃത്യത്തിന്റെ പശ്ചാത്തലമുണ്ടല്ലോ, അതുകൊണ്ടായിരുന്നു അത്. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും എഡ്ഡി പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. അതവന്റെ പരോളിന്റെ നിബന്ധനയായിരുന്നു. എഡ്ഡി അത് അങ്ങനെ തന്നെ തുടർന്നു പോന്നു. എഡ്ഡിയും സാമും ഇപ്പോൾ ഒരുപാട് സമയം ഒരുമിച്ച് ചിലവഴിക്കുന്നുണ്ട്. എന്തിനാണെപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് എന്നൊരു ദിവസം സാം അവനോട് ചോദിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് താൻ ഒരാളോട് വളരെ മോശമായി പെരുമാറിയെന്നും ഒരാളുടെ പണം അപഹരിക്കാൻ ശ്രമിച്ചെന്നും അതിനുള്ള ശിക്ഷയാണിതെന്നും എഡ്ഡി സാമിനടുക്കൽ തുറന്നു പറഞ്ഞു. സാം തിരിച്ചും ഒരു കാര്യം സമ്മതിച്ചു. അവൻ തന്റെ സഹപാഠിയുടെ കളിപ്പാട്ടം ഒരിക്കൽ മോഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഓർക്കുമ്പോ അവന് കുറ്റബോധം തോന്നുന്നുണ്ട്. ആ കളിപ്പാട്ടം തിരികെ നൽകിയാൽ നിനക്കൊരുപാട് ആശ്വാസം കിട്ടും എന്നെഡ്ഡി അവനെ ഉപദേശിച്ചു. എഡ്ഡിക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമൊക്കെ തോന്നിത്തുടങ്ങിയിരുന്നു. താനിപ്പോൾ ഒരാൾക്കെങ്കിലും ആവശ്യമുള്ള വ്യക്തിയാണ്. സാമിന് ആ തോന്നൽ അവന് ജീവിക്കാൻ കരുത്ത് നൽകി. രാവിലെ അവർ ഒരുമിച്ച് പ്രഭാത ഭക്ഷണം തയ്യാറാക്കി. സാം മധുരപലഹാരങ്ങൾ മാത്രം കഴിക്കുന്നത് അവന്റെ ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് എഡ്ഡി കരുതിയിരുന്നു. എഡ്ഡിയുടെ ഉപദേശപ്രകാരം സാം താൻ മോഷ്ടിച്ച കളിപ്പാട്ടം തിരികെ നൽകി. അവർ തമ്മിലുള്ള സ്നേഹബന്ധം വളർന്നുകൊണ്ടേയിരുന്നു. വൈകാതെ സാമിന്റെ ജന്മദിനാഘോഷം നടന്നു. മാഗിയും എമിലിയും അവനെ അഭിനന്ദിക്കാനെത്തി. സാമിന് അവരൊരു യൂക്കുലേലെ സമ്മാനിച്ചു. സാമിന് സംഗീതത്തിൽ വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും ആ സമ്മാനത്തിൽ അവനതിയായി സന്തോഷിച്ചിരുന്നു. പിന്നീട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കെ വീടിനകത്തായിരുന്ന മാഗി എഡ്ഡിയോട് സംസാരിച്ചു. മാഗി എഡ്ഡിയുടെ അമ്മയെക്കുറിച്ച് അവനോട് ചോദിച്ചു. തനിക്ക് 5 വയസ്സുള്ളപ്പോ അമ്മ ഓടിപ്പോയതാണെന്നും പിന്നീട് വിവിയനാണ് എന്നെ വളർത്തിയതെന്നും എഡ്ഡി പറഞ്ഞു. അവിടുത്തെ കത്തുകൾ തരംതിരിക്കാൻ മാഗി എഡ്ഡിയെ
എഡ്ഡിയെ സഹായിച്ചു. വിവിയന്റെ വിൽപത്രത്തെപ്പറ്റി സൂചിപ്പിക്കുന്ന വക്കീലയച്ച ഒരു കത്തും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ കത്തവർ തുറന്നു വായിച്ചു. വിവിയൻ തന്റെ വീടും എല്ലാ സ്വത്തുക്കളും പള്ളിക്ക് എഴുതി വെച്ചിരിക്കുകയായിരുന്നു. എഡ്ഡി അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. വീട് വൈകാതെ വിൽക്കപ്പെടും. വീട് വിൽക്കപ്പെട്ടാൽ 30 ദിവസത്തിനുള്ളിൽ എഡ്ഡിക്ക് അവിടെ നിന്ന് മാറേണ്ടി വരും. എന്തു ചെയ്യുമെന്നറിയാതെ അവൻ വല്ലാതെ കുഴങ്ങി. ആകെ $5000 മാത്രമാണ് എഡ്ഡിക്ക് ലഭിക്കുക. അടുത്തൊരു ദിവസം ഒരു സംഭവമുണ്ടായി. സ്കൂളിൽ വെച്ച സഹപാഠികൾ സാമിനെ ബുള്ളി ചെയ്യാനെത്തി. അവൻ അവരെ പോലെയല്ല, സ്ത്രൈണത കൂടുതലുണ്ട് എന്നത് പറഞ്ഞായിരുന്നു കളിയാക്കൽ. ഇത് കണ്ട എഡ്ഡി അങ്ങോട്ടേക്ക് വന്ന് സാമിന് വേണ്ടി നിലകൊണ്ടു. ആ കൊച്ചു പയ്യന്മാരെ എഡ്ഡി ഒന്ന് വിരട്ടി. എഡ്ഡിയെ കണ്ടവർ ഭയന്നിരുന്നു. വീട്ടിലെത്തിയ സാം എഡ്ഡിയോട് പറഞ്ഞു, എനിക്ക് ഫെയറി പ്രിൻസസ് ഷോയിൽ പങ്കെടുക്കാൻ കത്തെഴുതണം. പക്ഷേ അത് പെൺകുട്ടികളുടെ പരിപാടിയല്ലേ എന്ന് പറഞ്ഞ എഡ്ഡി അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സാം അതിൽ തെറ്റൊന്നും കണ്ടില്ല. പിന്നീടവർ ഹാലോവീൻ ആഘോഷത്തിനുള്ള വസ്ത്രമെടുക്കാനും മറ്റും പോയി. ഷോപ്പിൽ ചെന്നപ്പോ അവൻ അവിടെ നിന്നും രാജകുമാരിയുടെ വസ്ത്രമായിരുന്നു തിരഞ്ഞെടുത്തത്. അത് ശരിയല്ലെന്ന് എഡ്ഡി അവനോട് വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലമുണ്ടായില്ല. അവൻ അത് തന്നെ മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അവിടെ വെച്ച് ഒരു വൃദ്ധ എഡ്ഡിയെ കണ്ടു. അവനെ ക്രിമിനൽ എന്ന് വിളിക്കുകയും സാമിനെ നോക്കാൻ അവനൊരു അവകാശവുമില്ല, അർഹതയുമില്ല എന്ന് പറയുകയും ചെയ്തു. അത് കേട്ട സാം ദേഷ്യത്തോടെ ആ സ്ത്രീയോട് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞു. സാം അങ്ങനെ പറഞ്ഞത് എഡ്ഡിക്ക് വലിയൊരു ആശ്വാസം നൽകിയിരുന്നു. സാം തന്നെ നല്ലൊരു മനുഷ്യനായി കാണുന്നു. അത് എഡ്ഡിയുടെ മനസ്സിൽ വലിയൊരു ചലനമുണ്ടാക്കി. താനൊരു മോശം മനുഷ്യനല്ല എന്ന് സ്വയം വിശ്വസിച്ചു തുടങ്ങാൻ അതവനൊരു കാരണവുമായി. അടുത്ത ദിവസം ക്ലാസ്സിൽ പോയപ്പോ താൻ രാജകുമാരി പെനലോപ്പിയായിട്ടാണ് ഹാലോവീൻ ആഘോഷത്തിനെത്തുക എന്ന് സാം അവന്റെ ടീച്ചറോട് പറഞ്ഞു. മറ്റൊരു വേഷം ധരിക്കാൻ എഡ്ഡിക്ക് അവനെ സമ്മതിപ്പിച്ചെടുക്കാനും സാധിച്ചില്ല. ഒടുവിൽ സാമിന്റെ തീരുമാനം അംഗീകരിക്കുകയല്ലാതെ എഡ്ഡിക്ക് മറ്റു വഴികളില്ലായിരുന്നു. രാജകുമാരി പെനലോപ്പിയുടെ വേഷം ധരിച്ച് അവൻ ആഘോഷത്തിനെത്തി. ആഘോഷവേളയിൽ അവന്റെ സഹപാഠികളെല്ലാം സാമിനെ കളിയാക്കുകയും അപമാനിക്കുകയും ചെയ്യാൻ ആരംഭിച്ചു. അപ്പോഴാണ് ടീച്ചർ അങ്ങോട്ടേക്ക് കടന്നു വന്നത്. സാമിനെ പിന്തുണയ്ക്കാൻ മാഗി എന്ന മിസ്റ്റർ ഫോപ്സിന്റെ വേഷത്തിലായിരുന്നു അങ്ങോട്ടേക്ക് എത്തിയത്. ഒരാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാമെന്നും ആണിന് ഇന്ന വസ്ത്രമെന്നും പെണ്ണിന് ഇന്ന വസ്ത്രമെന്നും ഇല്ലെന്നും അന്നവർ അവിടെ വെച്ച് കുട്ടികളോടായി പറഞ്ഞു. അന്ന് വൈകുന്നേരം മാഗി സാമിനെയും എഡ്ഡിയെയും അത്താഴത്തിന് ക്ഷണിച്ചു. സാം വല്ലാതെ സന്തോഷവാനായി കാണപ്പെട്ടിരുന്നു. അവൻ ഇഷ്ടം പോലെ മധുരപലഹാരങ്ങൾ കഴിച്ചു. മാഗി ധൈര്യം സംഭരിച്ച് എഡ്ഡിയോട് ചോദിച്ചു എന്തിനാണ് അവൻ ജയിലിൽ പോകേണ്ടി വന്നതെന്ന്. എഡ്ഡിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. എങ്കിലും അതിനുള്ള ധൈര്യം സംഭരിച്ച് അവൻ അവളോട് സംസാരിച്ചു. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ അവനൊരു ഫുട്ബോൾ ടീമിലെ താരമായിരുന്നു. പക്ഷെ ഒരു പരിക്ക് പറ്റിയതോടെ ഡോക്ടർ അവനെ കളിയിൽ നിന്നും വിലക്കി. ആ നിമിഷം മുതൽ എഡ്ഡി വലിയ മാനസിക വിഷമത്തിൽ അകപ്പെട്ടു. നാട്ടിൽ തിരിച്ചെത്തിയ അവൻ തെറ്റായ ജീവിത രീതികളിലേക്ക് തിരിഞ്ഞു. തന്റെ അച്ഛന്റെ പക്കൽ വലിയൊരു സേഫ് ഉണ്ടെന്നും അതിൽ നിറയെ പണമുണ്ടെന്നും എപ്പോഴും വീമ്പ് പറയുന്ന ഒരാൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. മയക്കുമരുന്നിനും മറ്റും അടിമപ്പെട്ടിരുന്ന എഡ്ഡിയും കൂട്ടുകാരും ആ വീട്ടിലേക്ക് കടന്നു കയറി മോഷ്ടിക്കാൻ തീരുമാനിച്ചു. പക്ഷേ വീട്ടുടമസ്ഥൻ പ്രതീക്ഷിച്ചതിലും നേരെ മടങ്ങിയെത്തി. എഡ്ഡിക്ക് അദ്ദേഹത്തെ ആക്രമിക്കേണ്ടി വന്നു. പക്ഷെ അത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നു. അതിന്റെ പേരിൽ അവൻ പിടികൂടപ്പെട്ടു. വധശ്രമത്തിന്റെ പേരിൽ കേസെടുത്തു. അവൻ ജയിലിലുമായി. അന്നത്തെ മയക്കുമരുന്ന് അഡിക്ഷനാണ് തന്നെ കൊണ്ടതൊക്കെ ചെയ്യിച്ചത് എന്ന് എഡ്ഡി വേദനയോടെ ഓർത്തു പറഞ്ഞു. അവരുടെ സംസാരം കുറെ നേരം നീണ്ടുപോയിരുന്നു. ഇതിനിടയിൽ സാം ഉറങ്ങിപ്പോയി. അന്നത്തെ രാത്രി അവിടെ നിൽക്കാൻ വേണ്ടി മാഗി എഡ്ഡിയോട് പറഞ്ഞു. അവർക്കിടയിലെ അടുപ്പം വർദ്ധിച്ചു വരുന്നുണ്ടായിരുന്നു. ഒരു പ്രണയബന്ധത്തിന്റെ മുട്ടുകൾ അവർക്കിടയിൽ രൂപപ്പെട്ടു. അടുത്ത ദിവസം സ്കൂൾ കഴിഞ്ഞപ്പോ എമിലി സാമിനെ വീണ്ടും തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. തീർച്ചയായും അവനതിൽ വലിയ സന്തോഷം തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരു ഇടവേള സമയത്ത് എഡ്ഡി ഒരു കുട്ടിയുടെ നിയമപരമായ രക്ഷിതാവുന്നത് എങ്ങനെയാണ് എന്ന് ഇന്റർനെറ്റിൽ തിരഞ്ഞു. പിന്നീട് അവൻ മാഗിയെ കാണാൻ അവളുടെ ക്ലാസ്സിലേക്ക് എത്തി. വിവിയന്റെ സാധനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ദാനം ചെയ്യാൻ തന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് എഡ്ഡി തന്റെ പ്രിയപ്പെട്ടവളോട് ചോദിച്ചു. മാഗിക്കും അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അവരങ്ങനെ വീട്ടിലെത്തി വേണ്ട സാധനങ്ങൾ പാക്ക് ചെയ്യാനും മറ്റുമൊക്കെ ആരംഭിച്ചു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കരഞ്ഞുകൊണ്ട് ഭയന്നുകൊണ്ട് സാം ഓടിക്കയറി വരുന്നത്. സാമിന്റെ സുഹൃത്തുക്കൾ അവനെ ബുള്ളി ചെയ്തതായിരിക്കും എന്നായിരുന്നു എഡ്ഡി ആദ്യം കരുതിയത്. പക്ഷെ അവന്റെ വാക്കുകളിൽ നിന്ന് അവന്റെ സുഹൃത്തുക്കളല്ല, മറിച്ച് എഡ്ഡിയുടെ സുഹൃത്തുക്കളാണ് അവനെ ബുള്ളി ചെയ്തത് എന്ന് എഡ്ഡി തിരിച്ചറിഞ്ഞു. പ്രത്യേകിച്ച് ഡാരിലായിരുന്നു അതിൽ മുന്നിട്ട് നിന്നത്. അതങ്ങനെ വെറുതെ വിടാൻ എഡ്ഡി തയ്യാറായില്ല. മാഗി അവനെ അവന്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ദേഷ്യത്തിൽ എഡ്ഡി ബാറിലേക്ക് പോയി. അവിടെ ചെന്ന് കൂട്ടുകാരെ ചോദ്യം ചെയ്തു. സാമിന്റെ പ്രവർത്തനങ്ങൾ അസ്വാഭാവികമാണ്, അവൻ ശരിയല്ല എന്ന് പറഞ്ഞ് ഡാരിൽ തന്നെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ എഡ്ഡി അവനെ നല്ല രീതിയിൽ ഒരു പാഠം പഠിപ്പിച്ചു. അവന് കണക്കിന് കൊടുത്തു. കൂടെയുണ്ടായിരുന്നവർ കഷ്ടപ്പെട്ടായിരുന്നു
തന്നെയായിരുന്നു അവൻ അവിടെ നിന്ന് പിടിച്ചു മാറ്റിയത് പോലും. തന്റെ വീട്ടിൽ വെച്ച് സാമിനെ സംരക്ഷിക്കാതിരുന്ന കോൾസിനെ എഡ്ഡി ഭീഷണിപ്പെടുത്തി. അവർ അടങ്ങിയിരുന്നില്ലെങ്കിൽ പണ്ടത്തെ കുറ്റകൃത്യത്തിൽ എന്റെ കൂടെ നിങ്ങളുമുണ്ടായിരുന്നു എന്ന സത്യം ഞാൻ പോലീസിനോട് വെളിപ്പെടുത്തുമെന്നും പിന്നെ കൂടുതലൊന്നും പറയണ്ടല്ലോ എന്നും ഭീഷണിപ്പെടുത്തിയായിരുന്നു എഡ്ഡി അവിടെ നിന്നിറങ്ങിയത്. എഡ്ഡി വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ മാഗി അവിടെ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചിരിക്കുക എന്ന് മാഗിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഏതു തർക്കവും സമാധാനപരമായി പരിഹരിക്കാൻ വഴികളുണ്ടെന്ന് അവൾ അവനോട് പറഞ്ഞു. പക്ഷേ എഡ്ഡി വല്ലാത്ത ക്ഷുഭിതനായി നിൽക്കുകയായിരുന്നു. അതോടെ തന്റെ നിലപാടിൽ നിന്ന് എഡ്ഡി മാറില്ലെന്ന് മനസ്സിലാക്കിയ മാഗി അവിടെ നിന്നും പുറത്തേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ എഡ്ഡി സാമിനോട് പറഞ്ഞു, നടന്ന കാര്യങ്ങളിൽ സാമിന്റെ തെറ്റൊന്നുമില്ല. ഡാരിൽ ഒരു മോശം മനുഷ്യനായതുകൊണ്ടാണ് നിന്നോടങ്ങനെ പെരുമാറിയത്. അന്ന് തന്റെ മകന്റെ വലിയ സ്വപ്നമായ ഫെയറി പ്രിൻസസ് ഷോയിലേക്ക് കത്തെഴുതാൻ എഡ്ഡി സാമിനെ സഹായിച്ചു. മുൻപാരും തന്നെ അവനെ അതിൽ പിന്തുണച്ചിരുന്നില്ല. പെട്ടെന്നാണ് വാതിലിൽ ഒരു മുട്ട് കേട്ടത്. അത് സാമിന്റെ അമ്മ ഷെല്ലിയായിരുന്നു. അവൾ കാണാൻ തന്നെ വളരെ അവശനിലയിലായിരുന്നു. എങ്കിലും തന്റെ മകനെ തിരികെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതായിരുന്നു അവൾ. സാമിന് ഷെല്ലി ആ വരവ് വലിയ വിഷമമായി. ഷെല്ലിക്കൊപ്പം പോകണമെന്ന് പോലും അവനുണ്ടായിരുന്നില്ല. എഡ്ഡിക്കും ഷെല്ലിയെ തടയാൻ പറ്റുമായിരുന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും തന്നെ കാണാൻ അവന് വരാമെന്ന് പറഞ്ഞ് എഡ്ഡി അവനെ യാത്രയാക്കി. സാം അവനെ പോകുന്നതിനു മുമ്പ് കെട്ടിപ്പിടിച്ചിരുന്നു. എഡ്ഡിയും വല്ലാതെ സങ്കടപ്പെട്ടെങ്കിലും സാം തന്റെ അമ്മയുടെ കൂടെ കഴിയുന്നതാണ് നല്ലത് എന്നവൻ കരുതി. അവിടെ ഇരുന്ന യൂക്കുലേല കണ്ടപ്പോഴാണ് മകന്റെ ജന്മദിനം താൻ മറന്നുപോയെന്ന കാര്യം ഷെല്ലി തിരിച്ചറിഞ്ഞത്. താനും അവനു വേണ്ടി ഒരു സമ്മാനം കരുതിയിട്ടുണ്ട് എന്ന് ഷെല്ലി അപ്പോൾ കള്ളം പറഞ്ഞു. സാം പോയ ശേഷം എഡ്ഡിയാകെ തകർന്നു പോയിരുന്നു. എന്തൊക്കെയോ ശൂന്യത അവൻ അനുഭവപ്പെട്ടു. അതിൽ നിന്നും മനസ്സ് മാറ്റാൻ അവൻ ജോലിയിൽ മുഴുകി. ഒടുവിൽ ധൈര്യം സംഭരിച്ച് അവൻ മാഗിയുടെ അടുത്തെത്തി. പിണക്കമായിരുന്നെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് അവളോട് സംസാരിച്ചു. ഷെല്ലി മടങ്ങിയെത്തിയ വിവരം പറഞ്ഞു. പക്ഷെ അവരുടെ സംഭാഷണം നല്ല രീതിയിലായിരുന്നില്ല മുമ്പോട്ട് പോയത്. വിഷമം കനത്ത എഡ്ഡി മദ്യപിക്കാൻ ബാറിലേക്ക് പോയെങ്കിലും പിന്നീട് മനസ്സ് മാറ്റി നേരെ തിരികെ പോയി. പിറ്റേന്ന് രാവിലെ ഉമ്മറത്ത് സാം വിഷമിച്ചിരിക്കുന്നത് അവൻ കണ്ടു. തന്റെ അമ്മയുടെ കാമുകൻ തന്റെ ലഞ്ച് ബോക്സ് എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞെന്ന് അവൻ സങ്കടത്തോടെ പറഞ്ഞു. സാം ഒരു അപമാനമാണെന്നാണ് ഷെറിയുടെ ബോയ് ഫ്രണ്ട് ജെറി കരുതുന്നത്. താനും അമ്മയും ഉടനെ ജെറിയുടെ അടുത്തേക്ക് താമസം മാറുമെന്നും അതുകൊണ്ട് മറ്റൊരു സ്കൂളിലേക്ക് പോകേണ്ടി വരുമെന്നും ദുഃഖത്തോടെ സാം അപ്പോൾ പറയുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നെഡ്ഡി ആ ദിവസം മുഴുവൻ ആലോചിച്ചു. ജെറിയെപ്പറ്റി അവൻ അന്വേഷിച്ചു. ഷെല്ലിയെപ്പോലെ തന്നെ അധാർമികനായ ഒരു മനുഷ്യനാണ് ജെറിയെന്ന് എഡ്ഡിക്ക് മനസ്സിലായി. പക്ഷേ പിന്നാലെയാണ് എഡ്ഡിയെ തേടി ആ വിവരമെത്തിയത്. ശിശുക്ഷേമ സമിതി സാമിനെ കൊണ്ടുപോയിരിക്കുന്നു. ഷെല്ലി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എഡ്ഡി വേഗത്തിൽ സ്റ്റേഷനിലേക്ക് ചെന്നു. അവരോട് കാര്യങ്ങൾ സംസാരിച്ചു. തങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും കോടതിയിലെ വാദം കേൾക്കൽ തിങ്കളാഴ്ച നടക്കുമെന്നും മകനെ അമ്മയോടൊപ്പം വിടണമോ അതോ അനാഥാലയത്തിലാക്കണമോ എന്ന് ജഡ്ജി തീരുമാനിക്കുമെന്നും ശിശുക്ഷേമ സമിതിയിലെ ഉദ്യോഗസ്ഥ പറഞ്ഞു. അന്ന് വൈകുന്നേരം അവൻ ഷെല്ലിയുടെ ട്രെയിലറിൽ ചെന്ന് സാമിന്റെ ഗാർഡിയൻഷിപ്പ് തനിക്ക് നൽകണമെന്ന് അവളോട് ആവശ്യപ്പെട്ടു. എങ്കിലേ സാമിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ എന്നും പറഞ്ഞു. അത് പക്ഷേ ഷെല്ലിയെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. തനിക്ക് കുറവുകളുണ്ടെങ്കിലും എഡ്ഡി തന്നെക്കാൾ ഒട്ടും മെച്ചപ്പെട്ടവനല്ലെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അതിന്റെ പേരിൽ എഡ്ഡിയോട് അവൾ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അവൾക്ക് അസുഖമായതുകൊണ്ടും അവളുടെ മയക്കുമരുന്ന് അഡിക്ഷൻ കൊണ്ടും കോടതി ഒരിക്കലും സാമിനെ അവൾക്ക് തിരികെ നൽകില്ല എന്നെഡ്ഡി അവളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ തന്റെ മകനു വേണ്ടി എല്ലാ ദുശീലങ്ങളും താൻ ഉപേക്ഷിക്കുമെന്നും എഡ്ഡിയുടെ സഹായം വേണ്ടെന്നും പറഞ്ഞ് ഷെല്ലി ആക്രോശിച്ചുകൊണ്ട് അവനെ പുറത്താക്കി. അതോടെ കോടതിയിൽ പോകാൻ മാഗിയുടെ സഹായം തേടുകയല്ലാതെ എഡ്ഡിക്ക് മറ്റു വഴികളില്ലായിരുന്നു. എഡ്ഡി മാഗിക്കടുത്ത് പോയി സംസാരിച്ച് അവളോട് ക്ഷമ ചോദിച്ചു. അവനോടൊപ്പം കോടതിയിൽ വരാമെന്നവൾ സമ്മതിച്ചു. കോടതിക്ക് മുമ്പിൽ എഡ്ഡി മനസ്സ് തുറന്ന് സംസാരിച്ചു. ഓരോ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു. തെറ്റുകളിൽ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞ് നല്ലൊരു മനുഷ്യനായി ജീവിക്കുന്ന വ്യക്തിയാണിപ്പോൾ എഡ്ഡി എന്ന് ജഡ്ജിക്ക് ബോധ്യപ്പെട്ടിരുന്നു. പക്ഷെ അവന് സ്വന്തമായി ഒരു വീടില്ലാത്തതുകൊണ്ടും പരോൾ കാലാവധി പൂർത്തിയാവാത്തതുകൊണ്ടും അവന് കുട്ടിയുടെ സംരക്ഷണാവകാശം നൽകാൻ കഴിയില്ല എന്നായിരുന്നു ജഡ്ജി വിധിച്ചത്. മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്നതും ഒറ്റപ്പെടുന്നതും എത്രത്തോളം വേദനയുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ജീവിതം കൊണ്ട് തനിക്കറിയാമെന്നും സാമിനെ അവസ്ഥയിലേക്ക് ആക്കരുതെന്നും അവനെ നോക്കാൻ എന്നെ അനുവദിക്കണമെന്നും ജഡ്ജി കരഞ്ഞു പറഞ്ഞെങ്കിലും ജഡ്ജി അവന്റെ അപേക്ഷ തള്ളി. നിയമപ്രകാരം ജഡ്ജിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പെട്ടെന്നാണ് ഷെല്ലി കോടതിയിലേക്ക് ഓടി വന്നത്. തന്റെ മകനെ തനിക്ക് വിട്ടുതരണം എന്ന് ഷെല്ലി ജഡ്ജിയോട് അപേക്ഷിച്ചു. സാം ഒരു സ്പെഷ്യൽ ചൈൽഡാണെന്നും അവന് തന്റെ സമപ്രായക്കാരുമായി ഇടപഴകാൻ പ്രയാസമാണെന്നും അതുകൊണ്ട് അവൻ അമ്മയുടെ ആവശ്യമുണ്ടെന്നും ഷെല്ലി കോടതിക്ക് മുമ്പിൽ വാദിക്കുകയും ചെയ്തു. ജഡ്ജിക്ക് അവളുടെ വാദങ്ങളിൽ ദയ തോന്നി. സാമിനെ ഷെല്ലിക്കൊപ്പം തിരികെ വീട്ടിലേക്ക് അയച്ചു.
വീണ്ടും ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഓരോ ദിവസവും ഷെല്ലിയും ജെറിയും തമ്മിലുള്ള വലിയ വഴക്കുകൾ ട്രെയിലറിൽ നിന്ന് എഡ്ഡിക്ക് കേൾക്കാമായിരുന്നു. ഷെല്ലി വീണ്ടും തന്റെ പഴയ നശിച്ച ശീലങ്ങളിലേക്ക് മടങ്ങിയെന്ന് എഡ്ഡിക്ക് മനസ്സിലായി. അവൻ ഉടൻ തന്നെ സാമിനെയും കൂട്ടി അവിടെ നിന്നും പോയി. അവർ ഒരുപാട് ദൂരം യാത്ര ചെയ്തു. ഒടുവിൽ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ അവർ വണ്ടി നിർത്തി. സാമിനെ അവിടെ അനുഭവിക്കാൻ വിട്ടുകൊടുക്കാൻ അവൻ ഉദ്ദേശിച്ചിരുന്നില്ല. എഡ്ഡി പിന്നാലെ മാഗിയെ വിളിച്ചു. അപ്പോഴാണ് ആ വിവരം അറിയുന്നത്. ഷെല്ലി പോലീസിൽ പരാതി കൊടുത്തു. എഡ്ഡി മകനെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പരാതി. എഡ്ഡിയെ വാണ്ടഡ് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുകയാണ്. സാം അവളുടെ മകനായതുകൊണ്ട് നിയമം തീർച്ചയായും ഷെല്ലിയുടെ ഭാഗത്തേ നിൽക്കൂ. ഒടുവിൽ മറ്റു വഴികളില്ലെന്ന് കണ്ടതും എഡ്ഡിക്ക് തിരികെ പോകേണ്ടി വന്നു. എല്ലാം ശരിയാകുമെന്ന് സാമിനോട് പറഞ്ഞ് അവൻ പോലീസിന് കീഴടങ്ങി. ഷെല്ലിയും അത് നോക്കിക്കണ്ടിരുന്നു. പക്ഷേ അന്ന് ഷെരീഫ് കോൾസ് ഒരു കാര്യം മനസ്സിലാക്കി. കുട്ടിയെ നോക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല ഷെല്ലി ഇപ്പോൾ ഉള്ളത്. അതോടെ ഷെരീഫ് കോൾസ് സാമിനെ മാഗിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എഡ്ഡി അറസ്റ്റിലാവുന്നത് കണ്ട സാം പോലീസുകാരോട് അവനെ വിടണമെന്ന് അപേക്ഷിച്ചു. തന്റെ അമ്മ തന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലെന്ന് അവൻ ഷെല്ലിയോട് ദേഷ്യത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പോലീസ് വണ്ടിക്ക് പിന്നാലെ സാം ഒരുപാട് ദൂരം ഓടി. എഡ്ഡിക്ക് തന്റെ കണ്ണുനീർ അടക്കാൻ കഴിഞ്ഞില്ല. അവൻ വീണ്ടും അഴികൾക്കുള്ളിലായി. എന്നിരുന്നാലും താമസിയാതെ കോൾസ് എഡ്ഡിയുടെ സെല്ലിനടുത്തെത്തി. അവന് സ്വതന്ത്രനാകാം എന്ന് പറഞ്ഞു. ഷെല്ലിയുടെ മുടി മാറ്റിയിരുന്നു. സാമിന്റെ കരച്ചിലും എഡ്ഡിയോടുള്ള സ്നേഹവും ഷെല്ലി നോക്കിക്കണ്ടതാണ്. സാമിന് ഭക്ഷണം വാങ്ങാൻ എഡ്ഡിയോടൊപ്പം പോകാൻ താൻ തന്നെയാണ് ആവശ്യപ്പെട്ടത് എന്നവൾ പോലീസിന് മൊഴി കൊടുത്തു. അങ്ങനെ എഡ്ഡിക്കെതിരുള്ള കേസുകൾ പിൻവലിക്കപ്പെട്ടു. അവിടെ നിന്ന് ഇറങ്ങിയ എഡ്ഡി നേരെ പോയത് സാമിനെ കാണാനായിരുന്നു. സാം ഇപ്പോൾ ഉള്ളത് മാഗിയുടെ ഇടത്താണ്. ഷെല്ലിയും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. പക്ഷേ സാമിന് ഷെല്ലിയോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. ഷെല്ലി അവിടെ ഇരുന്ന് ഒരുപാട് നേരം ചിന്തിച്ചു. ശേഷം തന്റെ മകന്റെ സംരക്ഷണാവകാശം എഡ്ഡിക്ക് കൈമാറാൻ തീരുമാനിച്ചു. എഡ്ഡി എത്രമേൽ നല്ല മനുഷ്യനാണെന്ന് ഷെല്ലിക്ക് ബോധ്യപ്പെട്ടിരുന്നു. മാത്രമല്ല സാം എഡ്ഡിയെ അവന്റെ അച്ഛന്റെ സ്ഥാനത്താണ് കാണുന്നത്. അത് ഷെല്ലിക്കേറെ പ്രയാസമേറിയൊരു തീരുമാനമായിരുന്നുവെങ്കിലും സാമിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഷെല്ലി അതങ്ങ് തീരുമാനിക്കുകയായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഷെല്ലിയും സാമും അവസാനമായൊന്ന് കെട്ടിപ്പിടിച്ചു. ഷെല്ലി അവിടെ നിന്ന് പോവാനും തീരുമാനിച്ചിരുന്നു. അങ്ങനെ എഡ്ഡിക്ക് ഔദ്യോഗികമായി തന്നെ സാമിന്റെ അച്ഛനാകാൻ കഴിഞ്ഞു. ഗാർഡിയൻഷിപ്പ് എഡ്ഡിക്ക് ലഭിച്ചു. സാമിനി എഡ്ഡിയുടെ മകനായി സുരക്ഷിതനായി വളരും. എഡ്ഡിയുടെ ജോലിയിലും കാര്യങ്ങൾ നന്നായി പോവാൻ ആരംഭിച്ചു. അതുവരെ അവന് കൈമാറാതിരുന്ന സ്റ്റോറേജ് റൂമിന്റെ കീ അവന് ലഭിച്ചു. ഒരു കുറ്റവാളിയുടെ മുദ്രകുത്തലിനപ്പുറം അവൻ വിശ്വസ്തനായി മാറുന്നു എന്നതിന്റെ തെളിവായിരുന്നു അത്. അതവന് അത്രമേൽ സന്തോഷം നൽകി. പിന്നീട് വിവിയന്റെ വീട്ടിൽ നിന്ന് മാറാൻ സാമും എഡ്ഡിയും തയ്യാറെടുക്കുന്നതിനിടയിൽ ആ കത്ത് സാമിനെ തേടിയെത്തി. ഫെയറി പ്രിൻസസ് ഷോയിൽ അവന് പങ്കെടുക്കാനുള്ള ക്ഷണമായിരുന്നു അതിൽ. അതവനെ ഒരുപാട് സന്തോഷപ്പെടുത്തിയിരുന്നു. ആ അച്ഛന്റെയും മകന്റെയും ജീവിതം മുന്നോട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപൂർവമായൊരു സ്നേഹബന്ധത്തിന്റെ കഥ പറഞ്ഞ പാൽമർ എന്ന ചലച്ചിത്രം ആദർശത്തിൽ അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.